ആവില്ല. ആ ആവുന്നില്ല. ഓക്കെ 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 ഒക്കെ റെഡിയായോ? വിശക്കുന്നുണ്ട്. എന്താണ് കാപ്പി അറിയാമോ? ചപ്പാത്തിയാ? ആഹാ, ഉറട്ടി. ഉറട്ടി കേട്ടിട്ടില്ലേ? ചൂസേ ഉറട്ടി. ഞാൻ പറഞ്ഞില്ലേ ഒന്നും അറിയത്തില്ല, വന്ന് കഴിയുമ്പോൾ അറിയാമോ. ഉറട്ടിയും മുട്ടക്കറി. ഉറട്ടി എന്ന് പറഞ്ഞത് മറ്റേ പത്തിരി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ പത്തിരി എന്ന് പറയും അല്ലേ? ചെയ്യാത്ത സ്പെഷ്യൽ വേഗം കൊടുക്ക്. ഇനി ടൈമില്ല. ഇനി ഇവിടെ നിന്ന് കഴിക്കണമെങ്കിൽ ഒരു കൊല്ലം കഴിയണം, 1.25 കൊല്ലം കഴിയണം. ഇനി അടുത്ത വളയിട്ട കൈ കൊണ്ട് ഫുഡ് കഴിക്കണമെങ്കിൽ ഇനി കുറച്ചു കാലം കഴിയേണ്ടി വരും. ഇപ്പോഴൊക്കെ തന്നാൽ അത് ശരീരത്തിൽ കിടക്കും, അവിടെ പോകുമ്പം എല്ലാം പോകും. ഇങ്ങനെ ആക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചപ്പാത്തിയാണ്. പിന്നീട് മനസ്സിലായത് ഇങ്ങനെ ആക്കണതും ചപ്പാത്തിക്ക് ഒരേ പിടുത്തമാണെന്ന്. ഓക്കെ, സ്നേഹം തരുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് ചൂസ്. ഉറട്ടി 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 നമ്മൾ തിരുവനന്തപുരം ഭാഷ ഉറട്ടിയായിരുന്നു. ഇപ്പൊ എല്ലായിടത്തും അത് പത്തിരി എന്ന് പറയും. നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് പരത്തുന്നത് കേട്ടോ. ചിലയിടത്ത് പത്തിരി ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി കൊണ്ട് നമ്മൾ ഉറട്ടിക്ക് മാണ്ടി നമ്മൾ പൊടിച്ചെടുക്കും. അതിൽ നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഇട്ട് നല്ല വൃത്തി, ഇടിയപ്പത്തിനെ പോലെ. ഇടിയപ്പത്തിനാണെങ്കിൽ നമ്മൾ തേങ്ങ ഇടില്ല, ഇത് തേങ്ങ ഇടും. ഇടിയപ്പത്തിൻ്റെ മുകളിലാണ് തേങ്ങ വയ്ക്കുമ്പോൾ ഇത് നമ്മൾ അതിൽ കൂടെ ഇട്ട് പരത്തുന്നതാണ്. എങ്കിലും ടേസ്റ്റ് വേണം. അരിപ്പൊടി കൊണ്ട് അതേണ്ട വെള്ളത്തിലിട്ട് തളിക്കും. അതേ തന്നെ, തേങ്ങ ഇടില്ല എന്ന് പറയാം. നമ്മളുടെ തേങ്ങ ഇട്ട ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. തേങ്ങയും കൂടെ ഇട്ട് കുഴയ്ക്കും. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പുറത്തേക്ക് കണക്കാക്കി മാവ് നല്ല ഉരുളടിച്ച് അതിനെ നമ്മൾ പരത്തിയിടും. അങ്ങനെ ഇതിനടുത്ത് ചെയ്തത് എണ്ണയിലല്ല, കല്ലിൽ ചുട്ടെടുക്കുന്നതാണ്. ചില കല്ല് എണ്ണ തടവുക, പരത്തി വെച്ച പത്തിരിയെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങയും കൂടെ ഇട്ട്